പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കെ പ്രേംകുമാർ MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ 35 പൊതുവിദ്യാലയങ്ങൾക്കാണ് ലൈബ്രറി പുസ്തകങ്ങൾ നൽകിയത്. വിതരണോദ്ഘാടനം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. ഞാനൊരു 7 തവണ ഈ പബ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട പോയി. ചിന്തയുടെ വളരെ കുറച്ച് പുസ്തകങ്ങളായിരുന്നു. എഴുതി തന്ന ഇഷ്ടങ്ങളെല്ലാം മറ്റു പബ്ലിക്കേഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. ചിന്ത മുഖേനയാണ് നമ്മൾ എടുത്തതെങ്കിലും അതിൽ DC-യുടെ ഉണ്ട്, മറ്റു പല ചിന്തയുടെ പുസ്തകങ്ങൾ താരതമ്യേന ഒരു 3000-ലോ 4000-ലോ താഴെ രൂപയുടെ പുസ്തകങ്ങളായിരുന്നു. മഹാഭൂരിപക്ഷം പുസ്തകങ്ങളും മറ്റു പബ്ലിക്കേഷനുകളുടെയാണ്. അപ്പൊ പുതിയ കാലത്തെ വായനയെ ഇഷ്ടപ്പെടുന്ന അഥവാ അത്തരം പുസ്തകങ്ങൾ ഏതാണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നവർക്ക് അതിനും കൂടി സഹായകരമാകുന്ന നിലയിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പുസ്തകം അത് കരുതിയിട്ടുള്ളത്, ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇതിന്റെയൊക്കെ ഒരു നടപടിക്രമങ്ങളുടെ ഒരു രീതിയുണ്ട്. അപ്പൊ നമ്മളൊരു 7 തവണ പോയപ്പോൾ നമ്മൾ പറയുന്ന പുസ്തകം അത് ചിലപ്പോൾ അത്ര എണ്ണം ഉണ്ടാകില്ല. അങ്ങനെയൊക്കെയുള്ള പല പല കാരണങ്ങളാലാണ് ഒരല്പം വൈകിയിട്ടുള്ളത്. ഈ അധ്യയന വർഷത്തിൽ കൊടുക്കാമെന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും ഇതിലൂടെ സാധ്യമാവുകയാണ്. മണ്ഡലത്തിൽ പൊതുവിദ്യാലയങ്ങളെ, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നല്ല നിലയിൽ പരിഗണിക്കുക, ശക്തിപ്പെടുത്തുക, കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന താല്പര്യമാണ് MLA എന്ന നിലയിലുള്ളത്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ചടങ്ങിൽ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ഹെഡ് ക്ലർക്ക് AS പ്രമോദ്, അധ്യാപകൻ പ്രദീപ്, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. 3 ലക്ഷം രൂപയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4 ലക്ഷം രൂപയുടെ മുഖവിലയുള്ള പുസ്തകം നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ എടുത്തപ്പോ ഏത് സ്കൂളുകളെ പരിഗണിക്കണം, മണ്ഡലത്തിലെ എല്ലാ സ്കൂളിലും പുസ്തകം കൊടുക്കാൻ വേണമെങ്കിൽ തീരുമാനിക്കാം. അപ്പൊ വളരെ കുറച്ച് പുസ്തകം സ്കൂളിലേക്ക് ഉണ്ടാവും. അപ്പൊ അതുപോലെ നമുക്ക് സ്കൂളുകളെ പരിഗണിക്കുമ്പോൾ പ്രധാനമായും വായനയെ കുറച്ചുകൂടി ഗൗരവപ്പെട്ട നിലയിൽ സമീപിക്കുന്ന ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളെ പരിഗണിക്കാം എന്ന ഒരു താല്പര്യമാണ് MLA എന്ന നിലയിലുണ്ടായത്. സ്വാഭാവികമായും ആ താല്പര്യത്തിന്റെ ഭാഗമായി കൊണ്ടാണ് മണ്ഡലത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ